പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് നമ്മൾ പത്തനംതിട്ട ജില്ലയിലെ റാന്നി അതായത് പാലത്തിലാണ് നിൽക്കുന്നത്. റാന്നി പാലം, അതിനോട് നേരെ നിങ്ങൾ കാണുന്ന സമാന്തര പാലം നിർമ്മാണം നടക്കുന്ന പാലമാണ് കേട്ടോ. റാന്നി പാലത്തിൻ്റെ ഏകദേശ രൂപം നിങ്ങളെ കാണിച്ചു തരാം. നല്ല തിരക്കുള്ള സ്ഥലമാണ്. നമുക്കറിയാം പത്തനംതിട്ട, അതുപോലെ തന്നെ കോന്നി, തിരുവല്ല കഴിഞ്ഞാൽ അടുത്ത പടി നിൽക്കുന്ന ഒരു ടൗണാണ് റാന്നി. അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന, വികസനത്തിൻ്റെ കാര്യത്തിൽ മുൻപന്തിയിലേക്ക് തന്നെ കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൗണാണ് റാന്നി. മനസ്സിലായില്ലേ? ഈ സമാന്തര പാലം നിങ്ങൾ കാണുന്ന ഈ പാലത്തിൻ്റെ നിർമ്മാണം തുടങ്ങിയിട്ട് ഏതാണ്ടൊരു 3 വർഷത്തിലധികമായി. നമുക്കറിയാം കഴിഞ്ഞ LDF ഭരണകാലത്ത്, ഇപ്പോഴത്തെ ഈ LDF ഭരണകാലത്ത് തുടക്കം കുറിച്ച ഈ പാലത്തിൻ്റെ നിർമ്മാണം ഏറ്റെടുക്കാൻ അതിനുശേഷമാണ് നമ്മുടെ പ്രിയങ്കനായ MLA ഡോക്ടർ പ്രമോദ് നാരായൺ സാറ് കടന്നു വരികയും ഈ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും അദ്ദേഹം ചുക്കാൻ പിടിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ അന്തിമഘട്ടത്തിലെത്തുകയാണ്. കാരണം നമുക്കറിയാം ഇതിൻ്റെ അപ്രോച്ച് റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇടത് സൈഡ് നിങ്ങൾക്ക് കാണാം. ഇടത് സൈഡിൽ രാമപുരം ബ്ലോക്ക് പടി അപ്രോച്ച് റോഡാണ്. അതിനുശേഷം വലത് സൈഡിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന് പേട്ട കടവനാൽ കടവ് എന്ന് പറയും. അതും അപ്രോച്ച് റോഡാണ്. ഈ അപ്രോച്ച് റോഡിന് വേണ്ടി അതിൻ്റെ റോഡ് മൊത്തം തകർന്ന് കിടക്കുകയാണ്. അതിനുവേണ്ടി അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം ഏതാണ്ട് 15 ലക്ഷം രൂപ അതിൻ്റെ റോഡിൻ്റെ നിർമ്മാണം ചെറിയ അറ്റകുറ്റപ്പണിക്കും മറ്റുമായിട്ട് അനുവദിച്ചു. അതുകൂടാതെ ഇതിനിടയിൽ വേറെ പ്രധാനപ്പെട്ട ഒരു വിലങ്ങുതടിയായിട്ട് കിടക്കുന്ന അപ്രോച്ച് റോഡ്, അതായത് ഈ പാലത്തിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി സ്ഥലം അക്വയർ ചെയ്യണം. സ്ഥലം അക്വയർ ചെയ്യുന്ന റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റാണ്. ആ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് കിഫ്ബിക്ക് നൽകും. ആ കിഫ്ബി ഫണ്ട് അനുവദിക്കുന്നു. ആ ഫണ്ട് അനുവദിക്കാനുള്ള പ്രോസസ്സിങ് എത്രയും പെട്ടെന്ന് സ്പീഡപ്പായിട്ട് തന്നെ ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പം ഇതിനിടയിൽ തന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. ആദ്യം അനുവദിച്ച ഫണ്ടിൽ നിന്നും വ്യത്യസ്തമായി ആ ഫണ്ടിൻ്റെ കൂടുതൽ ലഭ്യമാക്കിയെങ്കിൽ മാത്രമേ ഈ ബാക്കി ഭാഗം നിർമ്മാണം പൂർത്തീകരിക്കുവാൻ കോൺട്രാക്ടർക്ക് സാധിക്കൂ. അദ്ദേഹത്തിന് അതിനുവേണ്ടി 20 കോടി രൂപ ഭരണാനുമതി കിട്ടിക്കഴിഞ്ഞു. അത് നമ്മുടെ MLAയുടെ നിരന്തരമായിട്ടുള്ള സമ്മർദ്ദം മൂലമാണ്. ഇപ്പം നമുക്കറിയാം ഇപ്പം ഈ സ്ഥലം ഏറ്റെടുക്കലിന് തന്നെ ഏതാണ്ട് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് കണക്കാക്കിയിരിക്കുന്നത് ഏതാണ്ട് 15 കോടി രൂപയാണ്. ഈ 15 കോടി രൂപ അനുവദിച്ചു. അതുപോലുള്ള എല്ലാ കാര്യങ്ങളും ഉടനടി നടക്കുന്നു. അപ്പോൾ എത്രയും താമസിക്കാൻ തന്നെ ഈ പാലത്തിൻ്റെ നിർമ്മാണം നടക്കും. അതിനുശേഷം അതിൻ്റെ ഉദ്ഘാടനം നടക്കും. അതിനുള്ള ശ്രമം നമ്മുടെ MLAയുടെ ഭാഗത്തുനിന്ന് എല്ലാ രീതിയിലുള്ള, കാരണം MLA നമ്മൾ പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. റാന്നി MLAയുടെ വികസന കാഴ്ചപ്പാട് ഒരു പരിധിവരെ റാന്നിയുടെ മുഖച്ഛായ തന്നെ മാറ്റും. ഈ ഒരു പാലം നിർമ്മാണം പൂർത്തീകരിക്കുന്നതോടുകൂടി റാന്നിയുടെ ഈ പേട്ട ജംഗ്ഷൻ, അതുപോലെ തന്നെ ബൈപ്പാസ്, അതുപോലെ ഇട്ടിയപ്പാറയ്ക്കും അതുപോലെ തന്നെ ഈ പ്രദേശത്തിന് തന്നെ ഒരു ഡെവലപ്പിംഗ് ആയിരിക്കും. നമുക്കറിയാം ശബരിമല സീസൺ ആയി കഴിഞ്ഞാൽ ഈ പാലത്തിലുള്ള ഗതാഗതക്കുരുക്ക് നമുക്ക് പറഞ്ഞറിയിക്കുന്നതാണ്. കാരണം അതുപോലെ ഗതാഗത പ്രശ്നമാണ്. കാരണം ശബരിമല റൂട്ടിലേക്ക് പോകുന്ന വാഹനങ്ങൾ, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഒരു ഗതാഗത കുരുക്ക് ഉള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ പാലം. ഈ സമാന്തര പാലം നിർമ്മാണം പൂർത്തീകരിക്കുന്നതോടുകൂടി ഇതിനെല്ലാം ഒരു പരിഹാരമാകും. റാന്നി ടൗണ് തന്നെ ഒരു കുതിച്ചുചാട്ടത്തിലേക്ക് ഉണ്ടാകുമെന്ന് നമുക്ക് ആശിക്കാം. ഓക്കെ, അടുത്തൊരു വീഡിയോ കാണുന്നതിന് വരെ നന്ദി, നമസ്കാരം. ഇപ്പോൾ ഉടനടി വാർത്തയ്ക്ക് വേണ്ടി പത്തനംതിട്ട ഹുസൈന റാവുത്തർ, പത്തനംതിട്ട ചുങ്കപ്പാറ. ഓക്കെ, നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം. നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് എൻ്റെ വിലപ്പെട്ടത്. അതുകൂടി മനസ്സിലാക്കുക. നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു.